മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കാം. അനന്തരം ഒരുത്തൻ വന്നവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരു യൗവനക്കാരൻ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നതായ ചോദ്യമാണ് നമ്മളിവിടെ വായിച്ചത്. യേശുവിനോട് ചോദിക്കുന്നത്, യേശുവിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. ബേസിക്കലി അവർക്കുള്ളതായ ആ കാഴ്ചപ്പാട് പ്രവൃത്തികളിൽ കൂടിയുള്ളതായ നിത്യജീവന്റെ പ്രാപ്തിയാണ് അവരുടെ ധാരണയിലുള്ളത്. നമുക്കൊക്കെയും അറിയാം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പഴയ നിയമ ഭാഗങ്ങളിലെല്ലാം പ്രവൃത്തിയിൽ കൂടിയുള്ള ഒരു മോചനത്തെ, ജീവനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രവൃത്തിയിൽ കൂടി, നന്മ പ്രവൃത്തികളിൽ കൂടി രക്ഷ പ്രാപിക്കുന്ന ഒരു ധാരണയുടെ പശ്ചാത്തലത്തിലാണ് ഈ യൗവനക്കാരൻ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. യേശു അതിന് കൊടുക്കുന്ന മറുപടി, നല്ലവൻ ഒരുത്തനേയുള്ളൂ, ഒരുത്തനേയുള്ളൂ. ഓക്കെ. എന്നിട്ട് പറയുകയാണ്, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത്. നിന്റെ നന്മ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ എന്ന ആ ലിസ്റ്റ് പ്രകാരമുള്ള നിന്റെ പ്രവർത്തനങ്ങൾ പോരാ. പിന്നെന്താണ് വേണ്ടുന്നത്? നീ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കണം എന്നാണ് യേശു അവനോട് പറയുന്നത്. അപ്പൊ ഇത് കേട്ട ഉടനെ അവന്റെ ധാരണയനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, കൽപ്പനകൾ എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമത്തിൽ, ആവർത്തന പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തില് ഒക്കെയായി നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളാണ് എന്നതായിരിക്കും ഒരു പൊതുധാരണ എന്ന് പറയുന്നത്. എന്നാൽ യേശുവിനോട് അവൻ ആ ധാരണയിൽ സംസാരിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശു ഉദ്ദേശിക്കുന്ന കൽപ്പന ഏതെല്ലാമാണ് എന്ന് കൃത്യമായ ഒരു ചോദ്യം യേശുവിന്റെ മുമ്പിലേക്ക് ഈ യൗവനക്കാരൻ വെച്ചു. അതിന് മറുപടിയായി യേശു പറഞ്ഞ എന്താണ്? അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, ഇവയാണ് എന്ന് യേശു കൃത്യമായി അവിടെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ യേശുവിനോടുള്ള മറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു. യേശു അവനോട് ക്രോസ് ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്. നീ ഇത്രയും വലിയ ആളായിട്ട് നിനക്ക് ഈ കൽപ്പനകളൊന്നും അറിയത്തില്ല എന്നൊന്നും അല്ല ചോദിച്ചത്. നമ്മൾ പല ആൾക്കാരും ഇങ്ങോട്ട് ചോദ്യവുമായിട്ട് വരുമ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മൾ വിശദീകരണം ചോദിച്ച ഉടനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേടാണ്.
അവർക്ക് മറുപടിയില്ല. ചോദ്യം മാത്രമേ ഉള്ളൂ, മറുപടിയില്ല. എന്നാൽ ഇവിടെ യേശുവിനോട് ഈ മനുഷ്യൻ അതേതെല്ലാമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരാൻ വേണ്ടി ചോദിച്ചപ്പോൾ യേശു കൃത്യമായി അത് പറഞ്ഞു കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞ ലിസ്റ്റ്. എന്താണ് പറഞ്ഞത്? കുല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, പിന്നെ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവയാണ് ആ കൽപ്പന. ഇതിനകത്ത് ചില താർക്കികന്മാര് നമ്മുടെ അടുത്ത് നമ്മൾ ഏത് വചനം പറഞ്ഞാലും അവിടെ വന്നിട്ട് ഈ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ അവര് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശാബതുകാരെന്ന് പറയുന്ന ആ സമൂഹത്തിന്റെ ആ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ചില ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അവരേതൊരു വിഷയം നമ്മൾ സംസാരിച്ചാലും അതിൻ്റെ ഇടയിലെല്ലാം ഇവർ കൊണ്ടുവന്ന് തിരുകാൻ ശ്രമിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ശബത്ത് ദിവസത്തെ ആചരിക്കുക. അവർക്ക് അതേ പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ എടുത്താലും അതൊന്നും അവരതിനെക്കുറിച്ച് മിണ്ടത്തില്ല. പിന്നെന്ത് ചെയ്യും? അവർക്ക് ആകെ കൂടി ചെയ്യാനുള്ളത് ശനിയാഴ്ച ദിവസം ആരാധിക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് വലിയ കൽപ്പനയെന്നാണ് അവരുടെ ധാരണ. അതിനെയൊക്കെ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരിടത്തും പറഞ്ഞിട്ടില്ല ശബത്ത് ദിവസത്തെ ആചരിക്കണമെന്ന്. യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ ഒരിടത്തും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ആ ശബത്ത് ദിവസത്തിന്റെ ആചരണം പാലിച്ചതായിട്ട്, അതായത് യഹൂദൻ എന്ന നിലയിൽ ശബത്തിൽ പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റിലേക്ക് യേശുക്രിസ്തു പോയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ ശബത്തിനെ കുറിച്ച് ഒരു അധ്യാപനമേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റു ചില സമൂഹമുണ്ട്, നമ്മുടെ ഇസ്ലാമിക സ്നേഹിതർ. അവർക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? അവർക്ക് ഈ ന്യായപ്രമാണമൊന്നും കൽപ്പനയൊന്നും പറഞ്ഞാൽ ഉടനെ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണ്? സർക്കംസിഷൻ, പരിച്ഛേദനം, അഗ്രചർമ്മച്ഛേദം. ഈ കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്നാണ് അവരുടെ ധാരണ. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരെ ഞാനിപ്പോ ചൂണ്ടിക്കാണിച്ചു. ഈ കൽപ്പനകൾ, പ്രമാണങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന പദങ്ങൾ കണ്ടാൽ ഉടനെ ചാടി വീഴുന്ന രണ്ടു കൂട്ടര്. ഒന്ന് ശാബതുകാര് അഥവാ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതേ ആശയം ഉൾക്കൊള്ളുന്ന വേറെയും ചില സമൂഹങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഏതൊക്കെയോ സായിപ്പന്മാരുടെ പ്രേരണയാല് ഇവരിത് പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഏതൊരു വിഷയം നമ്മൾ എടുത്താലും അവിടെ എല്ലാം കൊണ്ടുവന്ന് ഇതാണ് പറയാനുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ശബത്ത് ദിവസത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. വാവ്, നാള്, ശബത്ത് ഇവയൊക്കെ വരുവാനുള്ളവരുടെ നിഴലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ആചരിക്കുന്നതിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും എൻകറേജ് ചെയ്തുകൊണ്ടല്ല പൗലോസ് ശ്ലീഹ പോലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ബൈബിൾ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരണം തരുമ്പോൾ ശബത്ത് അഥവാ ശനിയാഴ്ച ദിവസത്തെ ആരാധനയ്ക്ക് ഒരു പ്രൊമോഷൻ ബൈബിളിൽ കൊടുത്തിട്ടില്ല, പുതിയ നിയമത്തിൽ കൊടുത്തിട്ടില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് പരിച്ഛേദന എന്ന വിഷയത്തിൽ ഇതൊരു പ്രമാണമായി ആചരിക്കേണ്ടതാണ് എന്ന് യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതേയില്ല. ആ വിഷയത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ കൃത്യമായ തർക്കവും വാദവും ഈ പരിച്ഛേദനക്കാരായ വിശ്വാസികളിലും അപ്പോസ്തലനായ പൗലോസുമായി പോലും ഉണ്ടായി. അവരുടെ ഇടയിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുകയും വിജാതിയരിൽ നിന്നുള്ളതായ ആളുകളെ ഈ കാര്യത്തിൽ നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന് തന്നെ അവർ തീരുമാനമെടുക്കുകയും ചെയ്തതൊക്കെയും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ തന്നെ നിൽക്കാം. ഈ വെറുതെ തർക്കിക്കാൻ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന വിഷയങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി ഉണ്ട്. നമ്മൾ വിഷയം വിട്ടു പോകേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞതിൽ നിന്നും യേശുക്രിസ്തു ഊന്നൽ കൊടുത്തിരിക്കുന്ന പ്രമാണിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ലിസ്റ്റ് സഹിതം യേശുക്രിസ്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അവയിൽ പരിച്ഛേദനയില്ല, അവയിൽ നിങ്ങൾ ശബത്ത് ആചരിക്കണമെന്നുമില്ല. ശ്രദ്ധിക്കണം, യേശുക്രിസ്തു ഈ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് യേശുക്രിസ്തു മുന്നോട്ട് വെച്ച ലിസ്റ്റിൽ താർക്കികന്മാര് പറയുന്ന പരിച്ഛേദനയില്ല, തർക്കിക്കാൻ വരുന്നവർ കൊണ്ടുവരുന്ന ശാബതുമില്ല. 7-ാം ദിവസം ശനിയാഴ്ച ദിവസം ആരാധന എന്ന് പറയുന്ന ഒരു സംഗതിയും യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിലില്ല. അപ്പോൾ ഇവയെ ആചരിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞതുമില്ല. യേശുക്രിസ്തു പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നുകൂടി വായിക്കാം ആ ലിസ്റ്റ്. കൂല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക. ഇവ ആണ് യേശു പറഞ്ഞ കൽപ്പന. മനസ്സിലായോ? ഇവയെ ആചരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാ യേശുക്രിസ്തു പറഞ്ഞത്? നിത്യജീവൻ കിട്ടും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇനി അതിന്റെ തൊട്ട് താഴോട്ട് വരുമ്പോ വീണ്ടും അയാള് അതുകൊണ്ട് സംതൃപ്തനാകുന്നില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ യേശുവിനോട് പറയുന്നത്? യൗവനക്കാരൻ യേശുവിനോട് പ്രതിവചിച്ചത്, ഈ പറഞ്ഞതൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നതാണ്. ഞാൻ ബാല്യം മുതൽ, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ പ്രമാണിച്ചു പോരുന്നതാണ്. ഈ പറഞ്ഞ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നിത്യാദി കാര്യങ്ങളെ ഞാൻ ആചരിച്ചു പോരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ യേശു കൊടുത്ത മറുപടി എന്താണ്? ഇനി കുറവുള്ളത് എന്തെന്ന് യേശുവിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി എന്താ എനിക്ക് കുറവുള്ളതെന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ യേശു പറഞ്ഞ എന്താണ്? യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞു. നിർബന്ധമായ ഒരു കൽപ്പനയായിട്ട് യേശു പറഞ്ഞില്ല. പിന്നെന്താ ചെയ്തത്? നിർബന്ധമായി പാലിക്കേണ്ട കൽപ്പനകളാണ് ആദ്യം പറഞ്ഞത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക. ഇത് നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് സംതൃപ്തനാകാതെ ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, നീ കൂടുതൽ വിശുദ്ധനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. ചിലർ വിചാരിക്കുന്നത് ഈ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും സ്വർഗപ്രാപ്തിക്കുമായിട്ട് നമുക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്നാണ് ഉപദേശമെന്നാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു ശരിക്കും വായിച്ചു നോക്കുക, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിട്ട് നിനക്കുള്ള വസ്തുവകകളെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു ഉപദേശമോ കൽപ്പനയോ ബൈബിളിലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നീ ദരിദ്രനായില്ലേ, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തു, ഇനി പിന്നെ നീ ദരിദ്രനായി. അപ്പൊ പിന്നെ നിനക്കെന്താ വേണം? വല്ലോനോ അവനത് വിറ്റിട്ട് നിനക്ക് തരണം. എന്തോ വിരോധാഭാസമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉപദേശം ഇല്ല. ഓക്കെ, നീ അടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യഭാഗങ്ങളിൽ ഒരു ശാസ്ത്രിയോട് സംസാരിക്കുമ്പോൾ, ഇസ്രായേലിലെ അധ്യാപക സമൂഹമായ ശാസ്ത്രിമാരെന്ന ആ സമൂഹത്തിൽപ്പെട്ട ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ് എന്ന് ചോദിക്കും. അവിടെ യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ്? യേശു അതിന് മറുപടി പറഞ്ഞത്, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്.
നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ നീ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹിക്കണം. അപ്പോൾ ഏറ്റവും മുഖ്യമായ കൽപ്പന നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ സമ്പൂർണമായി സമർപ്പിക്കണം. അവനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്നുള്ളതാണ്. ഇത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിന്നാണ് യേശുക്രിസ്തു ഉദ്ധരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ യാഹുവ എലോഹിനു യാഹുവ എക്കാദ് എന്നുള്ള ആ ഭാഗം എടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ ഈ മനുഷ്യന് മറുപടി കൊടുക്കുന്നത്. ഈ കാര്യം അതുപോലെ തന്നെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവെന്ന് ഈ മലയാള പരിഭാഷയിലേക്ക് വന്നപ്പോൾ പുതിയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നെങ്കിലും അത് എബ്രായ ഭാഷയിലുള്ള പുതിയ നിയമം എടുത്ത് പരിശോധിച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇസ്രായേൽ യാഹുവ എലോഹിനു യാഹുവ എക്കാദ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് ആവർത്തനം 6-ന്റെ 4 കാണുന്ന അത്രയും സംഭവം അതുപോലെ തന്നെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിനുശേഷം യേശുക്രിസ്തു 2-ാമത്തെ കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത്തേതോ ആ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് സ്നേഹിക്കണം എന്നത്രേ. അപ്പോൾ യേശുക്രിസ്തു വളരെ കൃത്യമായി ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തോടുള്ള നിന്റെ സമർപ്പണം അത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആയിരിക്കണം. അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. നമ്മള് പലരും വിമർശിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മളുടെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾക്ക് വിപരീതമായി എന്തൊക്കെയോ പൗലോസ് ലീഗ പഠിപ്പിച്ചു എന്നാണ് ചില വിമർശകരായ സമൂഹങ്ങൾ ഈ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റിയെ എങ്ങനെയും വിമർശിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടി ചില സമൂഹങ്ങളുണ്ട്. അവരാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പൗലോസ്ലിയെ എങ്ങനെയും എടുത്ത് പുറത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു നിർബന്ധമെന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പൗലോസ്ലിയ പറഞ്ഞ കാര്യം നമുക്ക് റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യഭാഗങ്ങൾ വായിക്കാം. യേശുക്രിസ്തു പഠിപ്പിച്ച കൽപ്പനകളോടുള്ള ബന്ധത്തിലുള്ള യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾക്ക് വിപരീതമായി പൗലോസ്ലീഹ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അപ്പോൾ നമ്മുടെ കടപ്പാട് എന്താണ്? അന്യോന്യം സ്നേഹിക്കണം. അക്കാര്യത്തിലല്ലാതെ യാതൊരു കടപ്പാടും ഉണ്ടാകരുത്. മനസ്സിലായോ? പരസ്പര സ്നേഹത്തിന്റെ വിഷയത്തിൽ കടപ്പാടുണ്ടായിരിക്കണം. അടുത്തത്, അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, പരസ്പരം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ ഈ പറഞ്ഞ കൽപ്പന അല്ലെങ്കിൽ പ്രമാണം എന്ന് പറയുമ്പോൾ അതിനകത്തെ കണ്ടന്റാണ് ഇവിടെ പൗലോസ്ലീഹ എടുത്ത് പറയുന്നത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം പ്രമാണിച്ചിരിക്കുന്നു. അടുത്തത്, വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളത് മറ്റേതു കൽപ്പനകളെക്കാളും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതും ഈ വചനത്തിൽ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതായ ആ വചനത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പൗലോസ്ലീഹ എടുത്തു പറയുന്നത്. അതിനകത്ത് യേശുക്രിസ്തു ഈ പറഞ്ഞ യൗവനക്കാരനോട് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതായ ആ സംഗതികളെല്ലാം പൗലോസ്ലീഹ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിൽ കൽപ്പനകൾ അഥവാ പ്രമാണിക്കേണ്ടതായ കൽപ്പനകളോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് പൗലോസ്ലീഹ എന്തെങ്കിലും പഠിപ്പിച്ചോ?
അതെന്തെങ്കിലും ആചരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം ആചരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിനോട് താതാത്മ്യപ്പെടുന്ന അതേ കാര്യങ്ങൾ ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, പിന്നെ കുല ചെയ്യരുത്, മോഹിക്കരുത്, പിന്നെ അടുത്തത് നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്ക. ഇതെല്ലാം എവിടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ്? അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പനയിൽ. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നിങ്ങനെ യേശുക്രിസ്തു പഠിപ്പിച്ചതിനോടുള്ള ബന്ധത്തിലും ഒക്കെ പൗലോസ്ലീഹയുടെ അധ്യാപനം വളരെ കൃത്യമായി യോജിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. നിത്യജീവനെ പ്രാപിക്കേണ്ടതിനായിട്ട് നിങ്ങൾ വസ്തുവക വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഇനി ചിലരൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്, യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് രക്ഷ കിട്ടത്തില്ലെന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസുകാരുണ്ട്. ബൈബിളിലെ ഏത് വാക്യത്തിലാണ് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? ഒരൊറ്റ വാക്യം പോലും ബൈബിളിലില്ല. യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല എന്ന ആക്ഷേപം പറയുന്നുണ്ട്. ബൈബിളിലെ ഏത് വാക്യത്തിലാണ് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു വാക്യത്തിൽ പോലുമില്ല. അപ്പോൾ മനുഷ്യനിർമ്മിതമായ കൽപ്പനകളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വ്യാജം പ്രസ്താവിക്കുന്നവരെ നമ്മൾ കുറിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ബൈബിളിലെ ഒരു വാക്യത്തിൽ പോലും പറഞ്ഞിട്ടില്ല യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കൈക്കൊള്ളണമെന്ന്. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ലെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ മനുഷ്യനിർമ്മിതമാണ്, പെന്തക്കോസുകാരുടെ സ്വന്തം ഫാക്ടറിയിലെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത് വിശുദ്ധ തിരുവെഴുത്തുകളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നിത്യജീവനിലേക്കുള്ള നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിലെ കാതലായ വിഷയം തന്നെ നിത്യജീവനാണ്. നിത്യജീവൻ അത് പ്രാപിക്കണമെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ചതായ വചനങ്ങളോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. നമ്മൾ അതിന് വിപരീതമായി ആരുമായും കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്റെ പ്രിയരെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുകയും ക്രിസ്തു യേശുവിനാൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കൽപ്പനകളോടും പ്രമാണങ്ങളോടും ഏകീഭവിച്ചുകൊണ്ടും നാം നമ്മുടെ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുക, നിത്യജീവനെ പ്രാപിക്കുവാൻ. എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചവനോട് നീ നന്മ പ്രവർത്തികൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് നീ കൽപ്പനകളെ പ്രമാണിക്കണം. അതാണ് നിന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്റെ ജീവിതത്തിൽ അന്യോന്യം സ്നേഹിക്കുക എന്ന അടിസ്ഥാന പ്രമാണമുള്ളവനായി മാറുകയാണ് ചെയ്യുന്നത്. അന്യോന്യം സ്നേഹിക്കുക, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നിന്റെ കൂട്ടുകാരനെ ദോഷം നിരൂപിക്കാതിരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഈ കൽപ്പനയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. ഇത് ചെയ്യാതെ നീ നന്മ ചെയ്യുന്നു എന്ന ധാരണയിൽ എന്തൊക്കെയൊക്കെയോ ചെയ്താൽ നിത്യജീവൻ കിട്ടില്ല. ക്രിസ്തുയേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അതുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ നീ കൽപ്പനകളെ പ്രമാണിക്കുക. അത് കർത്താവായ യേശു ക്രിസ്തു കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതിനോട് ഏകീഭവിച്ചുകൊണ്ട്, അതിനോട് കൈകോർത്തുകൊണ്ട് അതിന്റെ പരിജ്ഞാനത്തിൽ മുന്നേറുക. നിത്യജീവൻ നമുക്കുറപ്പാണ്. ആയതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ചുവടുകളെ വചനപ്രകാരം ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവനിലേക്കുള്ള പ്രയാണം നമുക്ക് ദൃഢതയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, സമർപ്പണത്തോടുകൂടി നയിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഇവരെ സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ തോമസ് കുട്ടിച്ചായൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.